നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞിട്ടുള്ള വെളിച്ചെണ്ണയായി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഉലുവ കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്ത് നെല്ലിക്ക ചെറുതായിട്ട് അരിഞ്ഞത്, ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയും നന്നായി കഴുകിയത്, വെള്ളം വാർന്ന് ഉണങ്ങിയത്, ഉണക്കണ്ട അല്ലാതെ, പിന്നെ കറ്റാർ വാഴ, മുരിങ്ങയില, അതുപോലെ കറിവേപ്പില, ഇതെല്ലാം നന്നായി ചിലതുപോലെ എല്ലാം കളഞ്ഞ് കഴുകി തോർത്തി എടുത്ത് വെക്കണം. ഉണക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതോടൊപ്പം തുളസിയില എടുക്കുന്നുണ്ട്. മൈലാഞ്ചി ഇല ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ഇതെല്ലാം ഈ ഇലകളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കറിവേപ്പിലയും മുരിങ്ങയിലയും അങ്ങനെ തന്നെ ഇട്ടാൽ മതി. കറ്റാർ വാഴയും ഞാൻ ചെറിയ ചെറിയ പീസസാക്കി ഇതേ രീതിയിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതോടൊപ്പം ചില പൊടികളും ചേർക്കുന്നുണ്ട്. നീല അമരിയുടെ പൊടി, നെല്ലിക്കായുടെ പൊടി, അതുപോലെ കയ്യോന്നിയുടെ പൊടി. ഇത് നമുക്ക് നമ്മുടെ അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇപ്പം ഞാൻ 2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ അടുപ്പിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഉലുവ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് ചെറുതായിട്ട് തോന്നതിന് ശേഷം അരച്ചെടുത്തത് അത് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിക്കണം. പിന്നെ അതോടൊപ്പം ചുമന്നുള്ളി, നമ്മുടെ നെല്ലിക്ക വെച്ചത്, ഇതെല്ലാം. പിന്നെ ഇലവർഗ്ഗങ്ങളെല്ലാം ഇടണം. പിന്നെ കറ്റാർ വാഴയുടെ അരിഞ്ഞത്, മുരിങ്ങയില, കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ച് ഇളക്കി കരിയാതെ മൂപ്പിച്ച് ഈ ഇലയിലെല്ലാം വെള്ളം തോരണം. നന്നായിട്ട് മൂത്ത് വരുന്നുണ്ടെങ്കിൽ ഈ കറിവേപ്പില എല്ലാം നല്ല പൊടിയുന്ന രീതിയിലാകും. ഈ സാധനങ്ങളെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുന്ന ഉടനെ നമുക്ക് പൊടി ഐറ്റംസ് ചേർക്കാം. നീലയമരി പൊടിയാണ് ഇപ്പോൾ ഇടുന്നത്. അതിന് ശേഷം നമുക്ക് കയ്യൂന്നിയുടെ പൊടി, ഇതെല്ലാം 50 ഗ്രാം പാക്കറ്റാണ്. പിന്നെ അതുപോലെ നെല്ലിക്കായുടെ പൊടി, ഇതെല്ലാം കാരണം ലാസ്റ്റ് പൊടി ഇടുന്ന ഒത്തിരി കരിഞ്ഞു പോകാതിരിക്കാനാണ്. ഓൾറെഡി മൂത്ത വെളിച്ചെണ്ണയാണല്ലോ. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് വെള്ളം തോന്ന് മൂപ്പിച്ച് എടുത്തു കഴിഞ്ഞേച്ച് നമ്മൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ എണ്ണയ്ക്കകത്ത് ഈ പച്ചിലവർഗ്ഗങ്ങളെല്ലാം നമ്മൾ അരിച്ചെടുക്കണം. അത് നല്ലൊരു വലിയ അരിപ്പയ്ക്കകത്ത് പിന്നെയും എന്നാലും പൊടികൾ കാണും. ഇത് നമ്മൾ ഒരു പാത്രത്തിനകത്ത് അരിച്ച് ഒരു ദിവസം അവിടെ വെച്ചിരുന്നാൽ നല്ല ശുദ്ധമായ നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. ലാസ്റ്റിൽ പൊടികളുള്ളത് നമുക്ക് അരിച്ച് മാറ്റിയെടുത്ത് കുപ്പികളിൽ നിറച്ചെടുക്കാം. താങ്ക് യു.